നമസ്കാരം, ദിയാസ് കിച്ചൻ റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പച്ച പപ്പായ കൊണ്ടുള്ള റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി വളരെ ഈസിയായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു മീൻകറിയുടെ ടേസ്റ്റാണ്. അപ്പോൾ മീനൊന്നും കിട്ടാത്ത ദിവസങ്ങളിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. അതിനായി ഒരു ഇടത്തരം വലുപ്പമുള്ള പച്ച പപ്പായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനോടെ എടുക്കുന്നില്ല, ഇതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പപ്പായ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പപ്പായക്ക് തന്നെ കറയുണ്ടാവും, അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ചൂടുവെള്ളത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുകയാണേ. 10 മിനിറ്റിന് ശേഷം നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. മൺചട്ടിയിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ഇടത്തരം സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. വലിയ സവാള ആണെങ്കിൽ പകുതി മതിയാവും. ചെറിയ ടൊമാറ്റോ ഇതുപോലെ കട്ട് ചെയ്തതും എരിവിന് ആവശ്യമായിട്ട് ഒരു 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ ചേർക്കാം. എരിവിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചെറിയ സ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർക്കാം. കരിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. അതായത് ഒരു 2-3 മിനിറ്റ് കുറച്ച് ശക്തി ഉപയോഗിച്ചിട്ട് തന്നെ തിരുമ്മിയെടുക്കണേ. അതായത് ഇതിൽ ചേർത്ത എല്ലാ കാര്യങ്ങളും പപ്പായയിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇതിന് നമ്മൾ പച്ചമുളകും മുളക് പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കൈ ഉപയോഗിച്ചിട്ട് തിരുമ്മിയെടുക്കുമ്പോൾ ചിലപ്പോൾ കൈ നീറാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ പച്ച വെളിച്ചെണ്ണയുടെ ചേർത്തുകൊണ്ട് വലിയ കുഴപ്പം ഉണ്ടാവില്ല. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 10 മിനിറ്റെങ്കിലും അടച്ച് വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അന്നേരം ഈ മസാലകളൊക്കെ പപ്പായയിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും. ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് ആയിട്ടുണ്ട്. പപ്പായയിൽ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഗ്യാസ് ഓണാക്കി ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന പപ്പായ കൂട്ട് വെച്ചെടുക്കുക. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിൽ നേരത്തെ ഒരു ചെറിയ സ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് തന്നെ ഇനി എക്സ്ട്രാ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു കറി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അതുപോലെ തന്നെ മീനൊന്നും കിട്ടാത്ത ദിവസങ്ങളിൽ പപ്പായ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കറി മാത്രം മതി കേട്ടോ ഊണ് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് വെള്ളമാണ് ടോട്ടലായിട്ട് ഒഴിക്കുന്നത്. അതായത് അര കപ്പിൽ 2 കപ്പാണ് ഒഴിച്ചത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതൊരു ലിഡ് വെച്ച് അടച്ചതിന് ശേഷം വേകാനായിട്ട് വെയിറ്റ് ചെയ്യും. ലിഡ് വെച്ച് അടയ്ക്കുമ്പോൾ ഇതുപോലെ ഫുൾ അടയ്ക്കാതെ ഇങ്ങനെയാണ് അടയ്ക്കേണ്ടത്. പപ്പായ വേകാനായിട്ട് കുറച്ച് സമയം എടുക്കില്ല. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാനായിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിന് വാളൻപുളി എടുക്കുക. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 1/2 കപ്പ് നാളികേരം, 3 ചെറിയ ഉള്ളി, ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നാളികേരത്തിൻ്റെ അളവ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കുറയ്ക്കണ്ട കേട്ടോ. അപ്പോൾ 1/2 കപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് നാളികേരം വരെ ചേർക്കാം. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. പപ്പായ വേഗം വെച്ചിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ടാകും. പപ്പായ ഏതാണ്ട് ഒരു 3/4 വേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമുക്കിനി പുളിവെള്ളം ചേർക്കേണ്ടത്. ആദ്യമേ തന്നെ പുളിവെള്ളം ഒഴിക്കരുത്. ആദ്യമേ പുളിവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പപ്പായ വേഗില്ല. അതുകൊണ്ടാണ് നമ്മൾ പപ്പായ ഒരു 3/4 വേവ് വേവിച്ചതിന് ശേഷം മാത്രമേ പുളിവെള്ളം ചേർക്കാവൂ. ഇതിന് നേരത്തെ ടൊമാറ്റോ ചേർത്തുകൊണ്ട് തന്നെ പുളി അധികം കൂടിപ്പോരുത്. ഇനി ഇതൊരു 10 മിനിറ്റ് കൂടി നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. പുളിവെള്ളം കൂടെ ചേർത്തതിന് ശേഷം ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതായത് പപ്പായ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി നോക്കുക. ഈ സമയം ഉപ്പ് നോക്കണേ. കാരണം നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പല്ലേ ചേർത്തത്. അപ്പോൾ എന്തായാലും കുറച്ചും കൂടി ഉപ്പ് ആവശ്യമായിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഈ കറി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ പുളിവെള്ളം ആദ്യം ചേർക്കരുത്. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഏതാണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നാളികേര കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ ഗ്രേവിക്ക് ആവശ്യമുള്ളത് അതനുസരിച്ച് വെള്ളം ചേർക്കാം.
ഒരു കറിയുടെ പാകം എന്നുള്ളത് നമ്മളെ മീൻകറി പോലെ ഇരിക്കും, അതായത് കുറച്ച് കുറുകിയിരിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതിപ്പോൾ നമ്മൾ നാളികേരം ചേർത്തുകൊണ്ട് തന്നെ ഇത് ഒത്തിരി അങ്ങ് തിളപ്പിക്കരുത്. ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് ഗ്യാസ് ഓഫാക്കാം. അതായത് ഈ ഒരു നാളികേരത്തിൻ്റെയൊക്കെ ഒരു പച്ച ചുവയൊക്കെ മാറണം. ഒരു 2-3 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതായത് ഒത്തിരി തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യരുതേ. ഈ സമയം വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും പുളിയും ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഞാൻ നോക്കിയപ്പോൾ ഉപ്പും പുളിയൊക്കെ പാകത്തിനാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ശരിക്കും നമ്മളൊരു മീൻകറി കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി ഈ ഒരു കറി കംപ്ലീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ കുറച്ച് താളിച്ചും കൂടി ചേർക്കണം. താളിച്ചും കൂടി ചേർക്കുമ്പോൾ ഈ കറി കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ചെറിയൊരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ചെറിയ സ്പൂൺ ഉലുവ, വറ്റൽമുളക്, കരിവേപ്പില. താളിക്കുമ്പോൾ മെയിനായിട്ട് ചേർക്കേണ്ടത് ഒരു 3-4 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ താളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം ഗ്യാസ് ഓഫാക്കുക. ഇനി നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. താളിച്ചും കൂടെ ചേർത്താൽ മാത്രമേ നമ്മളുടെ കറി കംപ്ലീറ്റ് ആവത്തുള്ളൂ. അങ്ങനെ മീൻകറി പോലത്തെ പപ്പായ കറി റെഡി ആയിട്ടുണ്ട്. എന്ത് എളുപ്പത്തിലല്ലേ തയ്യാറാക്കിയത്. താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ലിഡ് വെച്ച് അടച്ചു കൊടുക്കുക. എന്നാൽ മാത്രമേ താളിച്ചത് കറിയിലോട്ട് ഇറങ്ങത്തുള്ളൂ. ഇനി ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിന് ശേഷം മാത്രമേ സെർവ് ചെയ്യാവൂ. കറിയുടെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടും. ഇത് കാണുമ്പോൾ മീൻകറി പോലെ ഉണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേറെ ഒരു കറി ഇല്ലയെന്നുണ്ടെങ്കിലും ഈ ഒരു കറി മാത്രം മതി കേട്ടോ ഊണ് വയ്ക്കാനായിട്ട്. ഇപ്പോൾ താളിച്ചും കൂടെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു മണവും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുതേ. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തി, ഗോതമ്പ് ദോശയോടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പറ്റുകയാണെങ്കിൽ ഷെയറും ലൈക്കും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പറ്റുന്നത് പോലെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്